Hello guys, welcome back to our channel. My name is Abhay Joinbhai. Anandita. So again we are back with Premalu full movie scene reaction. Yeah, so let's get started. But Yes. also, if you're new to this channel, guys, please do subscribe and also click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. നീ വന്നില്ലെങ്കിൽ എന്നോട് വരാനായിരിക്കും പറഞ്ഞത്. എന്നാ നീ ഇത് പിടി മോനെ. പുതിയ ഫോൺ സച്ചിനെ മോഷണം തുടങ്ങിയ നീ. എടാ നമ്മളുടെ പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയത്? കാശ ഇവിടെ തന്നെ. ട്രെയിനിൽ കയറുന്നു, മരുന്ന് കൊടുക്കുന്നു, അവള് ഫോൺ നിനക്ക് തരുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. ഇവിടം വരെ ഓക്കെ ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഞങ്ങള് ഫ്രണ്ട്സ്. ഫ്രണ്ട് സോൺ. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമഡി കിടക്കുന്ന പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്ത്. അതിൽ നിന്ന് ബോയ് ഫ്രണ്ടിലേക്കുള്ള പോക്ക് ഏറെക്കുറെ അസാധ്യം തന്നെ പറയേണ്ടി വരും. എന്തിനാടാ ചെവിയിൽ വിളിക്കണത്? ഉറക്ക വിളിച്ചോ. ഹൈദരാബാദാണ്, ആർക്കും മനസ്സിലാവൂല. വിളിച്ചോ നീ. ഇല്ല, സമയം വൈകി വാടങ്ങിട്ട്. ഞങ്ങള് പെട്ടെന്ന് കണ്ട എന്റെ ഷോക്കില, ഐ മീൻ സർപ്രൈസില്. സർപ്രൈസിൽ അർത്ഥം ഉല്ലസിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പകുതി കാശുണ്ടല്ലേ? ബാ സച്ചനെ, ഇത് അമ്മ അപ്പേ. അമ്മ ഇത് സച്ചൻ, അത് അമ്മ. വാ വന്നിരിക്കെ. എന്താ പറയുന്നു, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഹൈദരാബാദ് മൊത്തം ഉണ്ടല്ലോ. അതിന് ക്ലോസ് ആയിട്ടുള്ളവര് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ്. കൊള്ളാം. അതില് വേറൊരു സൂത്രം കൂടി ഉണ്ട്, ബോംബായിരിക്കും. ചൊമ്പൂരൂപ്പ കമ്മ്യൂണിസം. കൊള്ളാം. അയ്യോ എനിക്കിഷ്ടായി. ബിരിയാണി ഉണ്ട്, കഴിക്കാം. ഇത് ഞാൻ അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി വാങ്ങിയതല്ലേ, നിനക്ക് അപ്പാണെങ്കിലും കഴിക്കാലോ. പുലർച്ചെ 5 മണിക്ക് ബാവർച്ചി ബിരിയാണി ഹൗസിൽ പോയി ക്യൂ നിന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാ. അത്രയും നേരത്തെ മേടിച്ചാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചീത്തായിട്ടുണ്ടാവില്ലടാ. ഇനി ഇതുപോലെ തോള കോമഡി പറഞ്ഞു "Shut up, idiot!" എന്ന് പപ്പ പറയും. Shut up! ചുമ്മാ തമാശ. Shake it. കേട്ടോ അമ്മ, ഈ റിനു കണ്ണി കണ്ട അലവലാദികൾ വാങ്ങി കൊടുക്കുന്ന ഒക്കെ കഴിക്കും, എന്നിട്ട് വയറ് കേടാക്കും. ഒരു ദിവസം കാലത്ത് എനിക്കൊരു മെസ്സേജ്, ആദ്യം ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് വയറിന് സുഖമില്ല. ഞാനും പാനിക്കായി പോയില്ലേ. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണു. നിങ്ങളെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടൗണിലൊക്കെ താമസിക്കാൻ വരണത്. ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഫുഡിന്റെ കാര്യത്തിൽ റിനുവിനെ പറഞ്ഞിട്ട് എന്തിനാ? പാപ്പയ്ക്ക് വല്ല കൺട്രോൾ ഉണ്ടോ? കണ്ടോ പപ്പ അതിന് കൈയെടുത്ത. റിനു, കഴിഞ്ഞ തവണ ടെസ്റ്റ് ചെയ്തപ്പോ പപ്പയുടെ ഷുഗർ ലെവൽ എത്രയായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 190. അതുകൊണ്ട് പപ്പ നിങ്ങൾക്ക് കുറച്ച് മധുരം കഴിപ്പ് കൂടുതലാ, അതുകൊണ്ട് മാറ്റിച്ചേ. മാറ്റിക്കേ. നീ ഒരു കാര്യം ചെയ്യ്, പപ്പയുടെ അടുത്ത് എന്തായാലും പറ. അതെ അങ്കിൾ, അത് കഴിക്കണ്ട, അത് അപ്പിയ. അപ്പിന്ന് പറഞ്ഞ മോശം വസ്തു, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. നടക്കും. എന്തൊട്ട് വൃത്തി കിടക്കണ ഒരു സദസ്സിലിരുന്ന് പറയണത്. അവള് ചിരിച്ചല്ല, ചിരിച്ച് കളിയാക്കി ചിരിച്ചാണോ? ആദിയുടെ പേരൻസ് ഒക്കെ ബോംബെയിലാണോ? നാട്ടിലേക്കൊന്നും വരാറില്ലേ? അവരിടയ്ക്ക് വരാറുണ്ട് പപ്പ. എന്തായാലും അടുത്തവണ വരുമ്പോ ഞങ്ങൾ റീനുവിന്റെ വീട്ടിലേക്ക് വരാം. എന്തായാലും നമ്മളൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണല്ലോ. അതെ അതെ അതെ. അതെയാണോ? ഇയാളിത് എന്തറിഞ്ഞിട്ടാണ്? ആ കറി എടുത്തോ. ഇത് മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. ആണോ? നോക്കട്ടെ. എന്റെ അമ്മോ, ഈ ബിരിയാണി അങ്ങോട്ട് മാറ്റി വെച്ചേ. ഇന്നത്തെ സ്റ്റാർ മമ്മയുടെ ചിക്കൻ കറി തന്നെ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ? ഞാനിത് മുഴുവൻ തിന്നു തീർക്കുന്നോ തോന്നുന്നത്. എടേ സച്ചിൻ, വേണേ ചാറ് കൂട്ടി കുറച്ച് അടിച്ചോ. നിങ്ങൾ ബാ കഴിക്ക്. അതെങ്കിലും നടക്കട്ടെ. എടാ നിങ്ങൾ എന്താടാ അവിടെ ഇരിക്കുന്നേ? ഇതിന്റെ ഇടയിൽ എവിടെ ഇരിക്കാനാണ്? അല്ല, ചെയർ വേണേ വേറെ ഉണ്ട്. അല്ല കുഴപ്പമില്ല, ഞങ്ങളിവിടെ സെറ്റാണ്. ആണോ? Relax, honey.
God, Venice. ആന്റി എങ്കിലും ഞങ്ങളുടെ ട്രിപ്പിന് വരണില്ലേ? ട്രിപ്പോ? എന്ത് ട്രിപ്പ്? അയ്യോ അത് ഞാൻ പറയാൻ മറന്നു. നമ്മളെ ഈ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഹൈദരാബാദ് മൊത്തം കറങ്ങാനാണ് പരിപാടി. പപ്പയും അമ്മയും വരണം. അയ്യോ ഞങ്ങക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണല്ലോ ആദ്യം. വീടൊക്കെ അടച്ചിട്ടിട്ട് പോകുന്നതല്ലേ? അതെ. നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം? നമ്മൾ ഹൈദരാബാദ് കണ്ടിട്ടില്ലല്ലോ. ട്രിപ്പ് കഴിഞ്ഞ് പോയാൽ മതി. എന്ന് ഞാൻ വികാസനെ കൂടെ വിളിക്കട്ടെ. Who is Vikas? Did I miss something? എന്റെ വുഡ് ബി. ആ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അദ്ദേഹം വന്നോട്ടെ. Your would be should be coming. ഓക്കെ. ഇവരും കൂടെ വരട്ടെ അല്ലേ ആദി? അല്ലേ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവോ എന്തോ. ആദ്യമല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന്. വാട്ട് എവർ, ഏതവനൊക്കെ വന്നാലും ഇല്ലെങ്കിലും മമ്മ ഇല്ലെങ്കിൽ ഞാൻ വരില്ല. He's irritated so much. പപ്പ ഉറങ്ങായിരിക്കും അല്ലേ? ആ വിളിക്കണോ? ആ വേണ്ട വേണ്ട, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാ. ഓഫീസിൽ നിന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ ചാടിയതാ. കാർത്തിക കം. പോട്ടെ. ആദി എന്താ മോളെ? റീനുവിന് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. സച്ചിൻ വരെ കൊടുത്തു. സച്ചിൻ വരെ എന്താ നമ്മളെന്താ സ്പീഡ് ആംഗുലീസാ? അയ്യോ ഞാനത് മറന്നല്ലേ. റീനു തൽക്കാലം ഇത് പിടിക്കൂ. 10 നോട്ട് എന്താ വിഷുവാ? അപ്പം ഇതുവരെ അവളുടെ നാട്ടിൽ നോക്കി ഇപ്പൊ കിട്ടും. വാവ്. ഷേ നോക്കി, ഇതിനകത്ത് സീരിയൽ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്താ. Where are you from this? പോലീസ് ഒന്നും വരില്ലല്ലോ അല്ലേ? റീനു പെടോ? നീ ഒന്ന് പോയാമല്ലേ? ആദി, this is so special. I'm gonna keep this forever. It means a lot. Thank you. No problem, dear. His face. ആ പോട്ടെ. bye-bye. കാണാം. ടാറ്റാ. ഓ. ടാറ്റാ. After you. ആദി യു സച്ച് എ ജെന്റിൽമാൻ. എടാ നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ? നിങ്ങളോണ്ട് 8ാം ക്ലാസ്സിലെ ആനുവൽ ഡേക്ക് കളിച്ച ആ ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്കൊന്ന് ഓടിപ്പിച്ച. എന്തിന്? ഇനി നടക്ക പോறது യുദ്ധം. Sorry man, this is very bad, huh? റീനു ഫോൺ കള്ളൻ പിടിയിൽ. എത്ര ലജ്ജാവഹം. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചോട്ടോ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയായിരിക്കില്ല. കമ്പനിയോ? ആദ്യം ഞാനിത് അവന് കൊടുത്തതാണ്. വെറുതെ അങ്ങ് അസീമയാണോ മോഷ്ടിച്ചേക്കുവന്ന്? റീനു അതൊരു JK, you know John F. Kennedy? പിന്നെ ജേക്കെ ഒന്ന് പോയാ മതി. ചുമ്മാ ഇവന്റെ മുകളിലുള്ള മനുഷ്യൻ. ഇടി കാണുന്നു. Hey, come on guys, let's go. They're being insulted like Ah. very bad. കുട്ടികളെ കൊഞ്ചിക്കുന്ന പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും. കൊച്ചിനെ തട്ടി തോളക്കേറ്റി കൊച്ചിനെ No, oh man, he's going. Man, he's going to get him, man. Oh God. He's still trying to defame Yeah, him. defame him. That's why friends are also important. Yeah. Sorry. He's angry now. Adi, whenever you're planning for a trip next time, make sure Amal and Sachin are a part of it, okay? Oh, got invited. Yes. ഇവന്മാരെ ഒരു പോക്ക് പോകുന്നുണ്ട്. എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. ആ എന്തോന്നാടാ അത്? എന്തേ? റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ട്. അല്ല അത് പെട്ടെന്ന് ചെയ്തപ്പോ. എടാ ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്, നാളെ നീ എൻ്റെ കൂടെ വാ. നമുക്ക് ഒരുമിച്ച് പോയത് റെഡിയാക്കാം. ഓ ഒരുമിച്ച് പോവാം. നിങ്ങക്ക് ഓംലെറ്റ് ഇഷ്ടമല്ലേ? ആ ആ മതി. ചിക്കി പൊരിച്ചാ മതി. പിന്നെ ഇത് ഹോട്ടലാണല്ലോ.
പ്രേമം കൊടുമ്പിരിക്കൊണ്ടിരിക്കാണ്ട് അവൾക്ക് പോടാ. പിന്നല്ലാണ്ട് മറ്റാനാദി ഏതാണ്ട് ഒതുങ്ങിയ വട്ട. അതുകൊണ്ട് ഇനി ഒരു സാഹചര്യം സംഭവിക്കുക. നീ അവളോട് കാര്യം പറ. പോടാ, അത് ശരിയാവൂല. എന്താണ് പറയാനുള്ളപ്പാ? ഇതാണ് റെസ്യൂമെ. എടി ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ടില്ല. അതെത്രയാ? അത് 16 മാർച്ച് 1999. നീ മാർച്ചാണല്ലേ? ആ. അപ്പൊ നീ എന്നെ ചേച്ചിന്ന് വിളിക്കണല്ലോ. ഏ? ഞാൻ സെപ്റ്റംബറാ, 98 മോഡൽ. അയ്യോ, അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ. എന്ത് നോക്കണത്? അൺമാരീഡ്. എനിക്കറിയോ നിനക്ക് നാട്ടില് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടോന്ന്. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആരുടെ? പെണ്ണിന്റെ അച്ഛൻ്റെയോ? അല്ല, പെൺകുട്ടിയുടെ. അതേത് പെണ്ണ്? ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നോണ്ടിരിക്കുക. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ട് എന്ത് തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസലാന്ന് തോന്നി. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും. ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. ഓക്കെ, കൊറേ. ആയിക്കോട്ടെ. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? സ്ത്രീയോ? പിന്നല്ലാണ്ട് പുരുഷനാ? സച്ചിനെ കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ ഫ്രണ്ട് അടുത്ത് പോവാൻ നോക്കി. കോമഡിയാ? നിനക്ക് ഞാൻ ഈ പറയുന്നത് കോമഡി ആയിട്ടാണോ? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എൻ്റെ കയ്യില്. നടക്കില്ല സച്ചിനെ. എനിക്ക് ഫോൺ തരണം. എന്നെ ജോലിക്ക് വേണ്ടി റെഫർ ചെയ്യണം. നിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കണം. ഇപ്പതേ എനിക്ക് CV റെഡിയാക്കി തരണം. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? പിന്നെ ഇതിന്റെ അർത്ഥം പിന്നെ പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടുകടപ്പ്. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ യോഗ്യരായിട്ടുള്ള പലരുമോ? പലരും അല്ല, ഒരാള്. ആദ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആദ്യം എന്റെ ബെസ്റ്റിയാണ്. ബെസ്റ്റി? കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. ആയിക്കോട്ടെ, എന്തായാലും നീ ഇപ്പൊ കാണിച്ച മാതിരി ആദ്യം കാണിക്കത്തില്ല. അല്ല, ഇപ്പൊ ഇതിന്റെ പൈസ ആരും കൊടുക്കും? कितना है? 50. 50 नहीं है. केरला में 10 को मिलेगा. అలా అయితే కేరళలో వెళ్ళి తీసుకోపో. നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. എടാ Angry man now. സച്ചിനെ, എടോ നിങ്ങളോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ തന്റെ ബാത്റൂമിലില്ല ടെറസിലോ പോരുന്ന് വലിക്കാനായിട്ട്. എടി നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ മരിച്ചെന്ന് വിചാരിച്ചോ? ഇനി എത്ര നേരം എടുക്കും അറിയാം ഇതിനകത്ത് മണമൊന്ന് മാറാനായിട്ട്. വലിയ ലോകമൊക്കെ ചുറ്റിക്കറിയിട്ടുണ്ട്. എന്തിനോ എന്തോ വകതിരെന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്തിത് മുകളിൽ പോയി വലിക്കി. ഞാൻ ഇപ്പൊ വരാം. ഡി റീനു, എടി ഒന്ന് ഡോറ് തുറന്നേ. എന്താ? എടി ഞാൻ നാളെ പേപ്പർ ഇടുവാ. നീ റിസൈൻ ചെയ്യുവാണോ? അതെന്താ പെട്ടെന്ന്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ദേ ഇപ്പൊ തീരുമാനിച്ചേ ഉള്ളൂ. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. വികാസിന് എന്തായാലും ഹൈദരാബാദിലോട്ട് ട്രാൻസ്ഫർ കിട്ടും തോന്നുന്നില്ലടി. അപ്പം ഞാൻ ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയാലോ എന്ന് ഓർക്കുക. വികാസിൻ്റെ കമ്പനിയിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. അത്യാവശ്യം നല്ല പാക്കേജും ഉണ്ട്. അപ്പം ഇനി ഇവിടെ ഞാനും ആ വാണ്ടർലിസ്റ്റ് മാത്രം. അതായത് പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്ക്. കുഴപ്പമില്ല.
ആദി ഞാനേ അക്കൗണ്ട് ക്രിയേഷൻ ടെസ്റ്റ് ചെയ്യായിരുന്നു. സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാണിക്കണേ. അതിനെന്താ അത് നമ്മുടെ ടെസ്റ്റ് കേസിലില്ലല്ലോ. എന്റെ പൊന്നു റിനു ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം. 18 വയസ്സാതെ ഇവിടെ ആർക്കും സാലറി കിട്ടാറില്ലല്ലോ. അപ്പോൾ അവർക്ക് സേവിങ്സ് അക്കൗണ്ടും പറ്റില്ല, ലോൺ അക്കൗണ്ടും പറ്റില്ല. അല്ലാതെ ടെസ്റ്റ് കേസിലില്ലാത്ത എറർ വന്ന ഹൈ പ്രയോറിറ്റി. റിനു 3.5 വർഷം ഞാൻ ഈ നെറ്റ് ബാങ്ക് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് He's also getting ഞാൻ angry. ഈ ഒരു കോഡിൽ ഇതുവരെ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം പഴയ ടെസ്റ്റർ അശ്വതി ഇതുപോലെ ഒരു ഇഷ്യൂ റേസ് ചെയ്തതാ. ഞാൻ ആവുന്ന പറഞ്ഞതാ, കേട്ടില്ല. അവസാനം നമ്മുടെ ക്ലയന്റ് മാനേജർ റാൽഫ് ജർമ്മനിയിൽ നിന്ന് വിളിച്ചു തെറി പറഞ്ഞു. അല്ല, അതുപോലെ ജർമ്മൻ തെറി കേൾക്കണം എന്നുണ്ടെങ്കിൽ താനത് റേസ് ചെയ്തോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനൊരു സെനാരിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒരു മെയിൽ അയക്കാം. തിരിച്ചൊരു റിപ്ലൈ മെയിൽ ആദ്യം എനിക്ക് അയച്ചാൽ മതി. മെയിലോ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പറഞ്ഞിട്ട് തനിക്കത് വിശ്വാസമായില്ലേ? റീനു, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഇഷ്യൂ അല്ല. റീനു ചെല്ല്. റീനു, ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അന്നത്തെ ആ ട്രിപ്പ് അതെനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് റീനു കൂടെ കാരണക്കാരിയാണ്. ആവശ്യമില്ലാത്ത അലവലാദികളൊക്കെ വലിച്ച് കയറ്റിട്ട് ഞാൻ പലതവണ പറഞ്ഞാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. This is not good. This is not an office place. Right. Congratulations. Thank you, sir. So guys, as you know, Sachin is our employee of the month. Okay. So Murga of the month. Murga of be the like month. Sachin, work like Sachin, and behave like Sachin. Right? Now get back to work. TFC. No. You have to keep it for the whole day. Is it compulsory, sir? Yes, Ra. You have earned it. Pandaga esko. Order, please. Order, please. Order, please. ఒక చికెన్ బర్గర్. Excuse me, sir. Kiran. നീ എന്താ ഇവിടെ? കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. ഈ കാര്യം പറയാൻ ഞാൻ നിന്നെ വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്തില്ല. നിനക്ക് എന്താ ഫോൺ എടുത്താ? വർക്കിന്റെ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. എടാ, നിനക്ക് അറിയാവുന്നല്ലേ അവർ കോൾ ചെയ്യൂന്ന്. നിന്നെ റെഫർ ചെയ്ത് ഞാനിപ്പോ ആരായി? എനിക്കാരുടെയും സഹതാപ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഓ, ഈ ആദർശം ഒന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇത്. നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് തിരഞ്ഞെടുത്തോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ 7 മണിയാവും ഇറങ്ങുമ്പോ. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. He's like kind of like bichara kind of face he's having. अरे करूँ भी तो क्या करूँ मैं अब? Okay, Sachin. But the girl doesn't love what to do. She's keep on appearing in front of him. That is also not correct. സുബിനെ പിന്നെ വിളിക്കാം. എടാ, എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ നിനക്ക് അനാവശ്യമായിട്ട് ഹോപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ വളരെ റാൻഡായിട്ട് നിനക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളും രീതിയിലാണത് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സംസാരമൊക്കെ നിർത്താം. ഈ കറങ്ങലും കാണലും ഒന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിനക്കെന്തൊന്നും പറയാനില്ലേ? റീനു, ഐ ലവ് യു ഡി. സച്ചിനെ, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. എടാ, നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിൻ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി, എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി, അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. നീ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ? എനിക്കിങ്ങനത്തെ കെയറിംഗ് ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ സച്ചിനെ മതി, അതുകൊണ്ട് നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് നിനക്ക് നല്ലത്. എനിക്കും എടാ, നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത്, ആണോ? Come on. Vanessa, I think this is the end. Right? Right. That's what he can do. Return his phone.
So what he has done is correct only, right? Why to keep the phone when she is not? There is no. She only told, right? Let's not roam around. Let's not talk. തുറന്നിട്ടൂടെ അത്? Girls are like that or what? Huh? പഠിക്കാനാ? കണ്ടൂടെ? I was not like that. Yes, you also told someday. I told when I told Yes, to you. हम अजनबी है, अजनबी की ठीक है, चुप. ആ. Let's focus on the പിന്നെ movie. ഞാൻ പ്രപ്പോസ് ചെയ്തു. അതെ, man. പക്ഷെ അവള് നോ പറഞ്ഞു. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. Oh God, she is മനസ്സിനൊരു heartbroken. ഭാരം ഇറക്കി വെച്ച ഫീൽ ഉണ്ട്. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും, നീ കണ്ടോ. നമുക്ക് അമലെ നാളെ മുതൽ രാവിലെ ഓടാൻ പോയാലോ? എടാ ഓടാൻ നിനക്കത് ഓക്കെ ആയിരിക്കില്ലല്ലേ? സമയം ഉണ്ടാവില്ലല്ലേ? സാരമില്ല, നമുക്ക് ഹോം വർക്കൗട്ട് പിടിക്കാം. പഠിച്ചു പഠിച്ചു പഠിച്ചു. He's trying to show that everything is all right. Huh? Okay, I thought that guy is crying. എനിക്ക് വൺ സൈഡ് ലവ് സെറ്റ് ആവില്ലടാ, വേണ്ടിരിക്കും. കോളേജിൽ ഉണ്ടായതിനേക്കാളും മോശം അവസ്ഥയിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് വൺ സൈഡ് ലവ് So വേണ്ട. just two girls rejected him. Two girls. Yes. അതാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ People has a lot of rejection, more rejection than him. നീ പറഞ്ഞാടാ കറക്റ്റ്. അവളുടെ വിഷയം നീ നടത്താല. He is also feeling bad. Okay. So rejection happened again. Right. I thought the same because the girl is just behaving friendly with him, and he is the one who is having feeling for Renu. Yes, Right? Maybe true. Renu will be having feeling afterwards. I don't know, but and for now, Renu is just behaving like a friend, nothing else. And she also told that I can't babysit you because she's like taking care of that guy only because he is very cutie kind And of. also He's at some not like point of manly. time, whatever the act of the girl, if you see some point of time, you will think that they She's both. interested. She is also in love with love with she's that also guy, interested. right? Yeah. So She's inviting. She's sitting Right. beside him to eat, and she's also giving giving tea, phone, giving and all phone, that. So that's taking care from of from him. from a boy perspective, will is think. it's a positive indication. Positive indication, Any boy right? will can Yeah. think like that only. But yes. it's a big heartbroken for him, and it's Right. for the second time rejection, right? It's very tough for him. Maybe he will do something now. He will do means like he will prove himself, like studying hard or getting a good job in some big company or what, I don't know. Then it is a normal movie, right? Yeah. No, then only the girl will understand that okay, he can do also something. No, but, because I he don't is know, also a he's kind of not like on- aimless guy. Aimless is He was. not only From the beginning. about the job. Maybe that girl's Renu's choice might be something different, right? But It's she not doesn't love about Adi that. also. Right, because Right? he's well settled and everything, right? But she doesn't she love was saying him that also. she doesn't love him. as Yeah, well, he is right? the bestie. She Yeah, told, right. right? So yes, this movie is very cute. Bubbly. It's a bubbly reminding kind of our days, Our days. old days. For us, it's old days only. Yes, very cute. A very interesting movie. Like if you sit, you will get addicted for sure. course. We just really love this movie, and yes, I think one part will be remaining. Maybe we will Yes. complete it in one part only. Alright. Okay, so that will be remaining, and we will be doing that probably tomorrow. So stay tuned for that. And if you're new to this channel, guys, please do subscribe, and also please click on the like button to like this video and share this video with your friends and family. See you in the next video. Till then, Bye. bye.